ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സൗന്ദര്യമോ ആകാരസൗഷ്ഠമോ ഒരു അഭിനേതാവിന്റെ പ്രതിഭയ്ക്കുള്ള മാനദണ്ഡമല്ല എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു സത്യൻ എന്ന കുറിയ മനുഷ്യന്റെ മലയാള സിനിമാ പ്രവേശം. 20 വർഷം നീണ്ടുനിന്ന തന്റെ സിനിമാ സഭയ്ക്കിടയിൽ നിരവധി കഥാപാത്രങ്ങളെ അദ്ദേഹം വെള്ളിത്തിരയിൽ അനശ്വരമാക്കി. ജൂൺ 15-ന് ഭാവാഭിനയ ചക്രവർത്തി സത്യന്റെ 45-ാം ഓർമ്മദിനമാണ്. പ്രധാന വാർത്തകൾ. തൂണേരി ഷിബിൻ വധക്കേസിൽ 17 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് മാറാട് പ്രത്യേക കോടതി വിധി. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഷിബിന്റെ പിതാവ്. കമ്പനികൾ ആനുകൂല്യം നൽകുന്നില്ല എന്നാരോപിച്ച് ഒരു വിഭാഗം സിമന്റ് വ്യാപാരികൾ സമരത്തിൽ. സമരം വില വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് മറുവിഭാഗം. ജിഷാവധം സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ധർണ. വിശദമായ വാർത്തകളിലേക്ക്. തൂണേരി ഷിബിൻ വധക്കേസിൽ നിർണായക വിധി. കേസിലെ 17 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് മാറാട് പ്രത്യേക കോടതി വിധി പുറപ്പെടുവിച്ചത്. തനിക്ക് നീതി ലഭിച്ചില്ലെന്നും വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഷിബിന്റെ പിതാവ് പറഞ്ഞു. 2015 ജനുവരി 22-ന് രാത്രിയാണ് തൂണേരി വെള്ളൂരിൽ CPM പ്രവർത്തകൻ CK ഷിബിൻ കൊല്ലപ്പെടുന്നത്. തുടർന്ന് രാഷ്ട്രീയപരമായും ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകത്തിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. രാഷ്ട്രീയപരമായി ചർച്ച ചെയ്ത കേസ് പിന്നീട് പല സംഘർഷങ്ങൾക്കും കാരണമായി. കേസിൽ പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെടെ 18 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കേസ് 1 വർഷം പിന്നിടുമ്പോൾ സുപ്രധാനമായ വിധിയാണ് മാറാട് പ്രത്യേക കോടതി ജഡ്ജി S. കൃഷ്ണകുമാർ പുറപ്പെടുവിച്ചത്. ഷിബിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് വിധി. കേസ് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായും നിഷ്പക്ഷ സാക്ഷികളെ വിസ്തരിക്കാൻ സാധിച്ചില്ലെന്നും വിധി വന്ന ശേഷം പ്രതിഭാഗം വക്കീൽ CK ശ്രീധരൻ പ്രതികരിച്ചു. പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതായി അന്തിമ വിധി ഇന്ന് പ്രസ്താവിച്ചിട്ടുള്ളത്. കേസിന്റെ തെളിവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന രീതിയിലല്ല ഈ കുറ്റകൃത്യം നടന്നത് എന്നുള്ള നിലയിൽ സംശയാസ്പദമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിധി ഇന്ന് വിചാരണ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ CPM പ്രാദേശിക നേതാക്കളെയാണ് സാക്ഷികളായി വിസ്തരിച്ചത്. സംഭവം നടക്കുമ്പോൾ തൂണേരിയിലെ അടുത്ത വീടുകളിലുണ്ടായിരുന്നവരെ നിഷ്പക്ഷ സാക്ഷികളായി വിസ്തരിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസിൽ 66 സാക്ഷിമൊഴികളും 151 രേഖകളും 55 തൊണ്ടിമുതലുകളും അടക്കമുള്ള തെളിവുകൾ പരിശോധിച്ചാണ് കോടതി വിധി. വർഗീയവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ സംഘം ചേർന്ന് ഷിബിനെ വധിക്കുകയും മറ്റ് 6 പേരെ വധിക്കാൻ ശ്രമിച്ചെന്നുമുള്ള കേസിലെ നിർണായക വിധിയിൽ തങ്ങൾക്ക് നീതി ലഭ്യമായില്ലെന്നാണ് ഷിബിന്റെ പിതാവ് പ്രതികരിച്ചത്. ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പമാണ് വിധിയെന്നും നീതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നീതി അവിടെ ലഭിച്ചിരിക്കുന്നു. നീതിയുള്ള ഇരകളോടൊപ്പം അല്ല വരുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. സംഭവം കണ്ടവരാരും കോടതിയിലേക്ക് എത്തിയിട്ടില്ല. സംഭവം കണ്ടവർ സാക്ഷികളല്ലേ. സാക്ഷികൾ എന്ന് പറയുന്നത് ഷിബിന്റെ കൂടെ പരിക്കേറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവരുടെ മൊഴിയല്ലേ സ്വീകരിക്കപ്പെടേണ്ടത്. അന്വേഷണ സംഘത്തിൽ പാലിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല. അന്വേഷണ സംഘത്തിൽ നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സാക്ഷി വിസ്താരത്തിൽ വളരെ നന്നായിട്ട് സാക്ഷികൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിമന്റ് വ്യാപാരികൾക്ക് നൽകേണ്ട തുക കമ്പനികൾ തടഞ്ഞുവെച്ചതിനെതിരെ സമരവുമായി കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ. ബുധനാഴ്ച മുതൽ ACC സിമന്റ്സ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം.
ACC സിമന്റ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ബുധനാഴ്ച മുതൽ പർച്ചേസ് ചെയ്യുന്നത് നിർത്തിവെക്കാനാണ് കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ തീരുമാനം. KP കേശവമേനോൻ ഹാളിൽ നടന്ന കൺവെൻഷനിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാന സമരപ്രഖ്യാപന കൺവെൻഷൻ KCDA സംസ്ഥാന പ്രസിഡന്റ് MR ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സിമന്റ് വ്യാപാരികൾക്ക് നൽകേണ്ട തുകയാണ് കമ്പനികൾ തടഞ്ഞുവച്ചിട്ടുള്ളത്. 2015 ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയുള്ള ബിൽ തുകയിൽ നിന്ന് വില കുറച്ച് വിൽക്കാനാണ് കമ്പനികൾ ആവശ്യപ്പെടുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഏകദേശം 400 കോടി രൂപയാണ് വിവിധ കമ്പനികളിൽ നിന്ന് വ്യാപാരികൾക്ക് ലഭിക്കേണ്ട തുക. തടഞ്ഞുവെച്ച തുക ഡീലേഴ്സിന് നൽകുക, അയൽ സംസ്ഥാനങ്ങളെ പോലെ സിമന്റിന് വില നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടാണ് KCDA സമരം നടത്തുന്നത്. സിമന്റിന് കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും പൂഴ്ത്തിവെച്ചും വില കൂട്ടാനുള്ള കമ്പനികളുടെ നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്നും KCDA ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ ACC ഡീലർമാരെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് കുറെ പേര് ഒരു വലക്ക് ചുറ്റും വെച്ചിട്ടുണ്ട്, അതിലുള്ള ഒട്ടുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ വെറും 6 രൂപ നിങ്ങൾക്ക് വലിയ ശക്തമായ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അതിലപ്പുറത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവണത മനസ്സിലായി. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ AM മുഹമ്മദ് അൻസാരി, KCDA ജനറൽ സെക്രട്ടറി MV സക്കീർ ഹുസൈൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ സെബാസ്റ്റ്യൻ, സ്റ്റീഫൻ മാർട്ടിൻ, ആസിഫ് ഹസൻ, മുജീബ് റഹ്മാൻ, മുഹമ്മദ് ഷാഫി, ഗോകുൽദാസ് കാമത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ സിമന്റ് വ്യാപാര മേഖലയിൽ ഒരു സംഘടന നടത്തുന്ന സമരം സിമന്റിന് കൃത്രിമക്ഷാമത്തിനും വിലവർദ്ധനവിനും കാരണമാകുമെന്ന് കേരള സ്റ്റേറ്റ് സിമന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന വ്യാപാരികൾക്ക് സിമന്റ് ലഭ്യമാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സിമന്റ് വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ രൂക്ഷമാവുകയാണ്. പ്രതിസന്ധികളിൽ നീങ്ങുന്ന ചെറുകിട സിമന്റ് വ്യാപാര മേഖലയെ കൂടുതൽ ബാധിക്കുന്ന തരത്തിൽ ഒരു സംഘടന അനാവശ്യ സമരങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത് വലിയ രീതിയിൽ സിമന്റിന്റെ കൃത്രിമ ക്ഷാമത്തിനും വിലവർദ്ധനവിനും കാരണമാകുമെന്ന് കേരള സ്റ്റേറ്റ് സിമന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ശരാശരി മാസം 8.5 ലക്ഷത്തോളം ടൺ സിമന്റ് വിൽപ്പന നടത്തുന്ന കേരളത്തിൽ 10% കൂടുതൽ വിൽപ്പന നടത്തുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിക്കെതിരെയാണ് ഒരു വിഭാഗം സമരം ആരംഭിച്ചിരിക്കുന്നത്. മുൻപും ഇതുപോലെ സമര നാടകത്തിന്റെ പേരിൽ സംസ്ഥാനത്തേക്കുള്ള സിമന്റ് വിതരണം 7 ദിവസത്തോളം പൂർണ്ണമായി നിർത്തിവെക്കുകയും വിപണിയിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ കൃത്രിമ വിലക്കയറ്റമുണ്ടാക്കി വിൽപ്പന നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംസ്ഥാനത്തേക്കുള്ള സിമന്റിന്റെ വരവ് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. അകാരണമായി വിലവർദ്ധനവ് നടപ്പാക്കാനുള്ള സിമന്റ് വ്യാപാര മേഖലയിലെ ലോബിയുടെ പ്രവർത്തനത്തെ കേരള സംസ്ഥാന സിമന്റ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ശക്തമായി ചെറുക്കുമെന്നും ഇപ്പോൾ തുടങ്ങിയ സമരത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന വ്യാപാരികൾക്ക് സ്വതന്ത്ര വ്യാപാരം നടത്തുന്നതിന് കമ്പനികൾ സിമന്റ് വിതരണം പൂർണ്ണമായി നടത്തണമെന്നും സംഘടനാ നേതാക്കളായ സിറാജുദ്ദീൻ ഇല്ലത്തൊടി, സുബൈർ കൊളക്കാടൻ എന്നിവർ ആവശ്യപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ പ്രത്യേക അജണ്ടകൾ സൂക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം സമര പരിപാടികൾ കേരളത്തിൽ സത്യത്തിൽ അരങ്ങേറുന്നത്. മഴ കനത്തതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് ജനങ്ങൾ. നഗരത്തിന് ആശ്വാസവുമായി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പകർച്ചവ്യാധി കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമായി. മഴക്കാല രോഗങ്ങൾ കൂടിവരുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പകർച്ചവ്യാധി ദുരന്ത നിവാരണ കൺട്രോൾ റൂം ആരംഭിച്ചു. ചില കാരണങ്ങളാൽ കൺട്രോൾ റൂമിന്റെ പ്രവർത്തനം നിലച്ചെങ്കിലും വീണ്ടും ജനങ്ങൾക്ക് ആശ്വാസമായി കൺട്രോൾ റൂം 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നു. ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ രാത്രി ജോലിക്കുൾപ്പെടെ കോൾ സെന്ററിൽ നിയമിച്ചതിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചു. കൺട്രോൾ റൂമിലേക്കുള്ള പ്രത്യേക നമ്പറുകൾ ഒന്നും പരസ്യപ്പെടുത്താത്തതിനാൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് വിളിച്ചാൽ കൺട്രോൾ റൂമിലേക്ക് കണക്ട് ചെയ്യപ്പെടുമെന്നാണ് അധികാരികൾ അറിയിച്ചത്. പ്രവർത്തനം നിലച്ച അവസ്ഥയിൽ നിന്നും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂം മഴക്കാല രോഗങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. പകർച്ചവ്യാധി മൂലം മരണമടഞ്ഞവരുടെ എണ്ണം ഏറെ. എന്നാൽ കൃത്യസമയത്തുള്ള ചികിത്സാ രീതി ഏറെക്കുറെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കൺട്രോൾ റൂം പ്രവർത്തന സജ്ജമായത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും ജിഷയുടെ കൊലപാതകയെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ നഗരത്തിൽ ധർണ നടത്തി. ജിഷാവധം CBIക്ക് വിടണമെന്ന ആവശ്യം ഉന്നയിച്ച് നടന്ന ധർണ മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി CP സംഗീത ഉദ്ഘാടനം ചെയ്തു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പെരുമ്പാവൂരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട നിയമവിദ്യാർത്ഥിനി ജിഷയുടെ കൊലയാളിയെ കണ്ടെത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ച പ്രവർത്തകർ നഗരത്തിൽ ധർണ നടത്തിയത്. രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടും രാഷ്ട്രീയ കക്ഷികൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞും ദിവസങ്ങൾ നീക്കിക്കൊണ്ടുപോവുകയാണ് അന്വേഷണ സംഘങ്ങളെന്ന് ധർണയിൽ സംസാരിച്ചവർ ആരോപിച്ചു.
അതുകൊണ്ട് തന്നെ അന്വേഷണം CBIക്ക് നൽകണമെന്നും ആവശ്യം ഉയർന്നു. മഹിളാ മോർച്ച സംസ്ഥാന സെക്രട്ടറി CP സംഗീത ധർണ ഉദ്ഘാടനം ചെയ്തു. UDF LDF സർക്കാരുകൾ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നില്ല എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയും ഛായാചിത്രങ്ങൾ വരച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെ പല രീതിയിൽ പീഡിപ്പിച്ചു. ഇപ്പോൾ പറയുന്നത് ഒരു യുവതി കൂടി ഉണ്ടെന്ന ആ രീതിയിൽ ഓരോ ദിവസവും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കേസ് നീട്ടിക്കൊണ്ടുപോകുക എന്നല്ലാതെ ആരോപണ വിധേയരായ UDFന്റെ നേതാക്കളെ പോലും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും CPMന്റെ സർക്കാർ മെനക്കെടുന്നില്ല. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശോഭാരാജൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജയചന്ദ്രൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ ഉണ്ണികൃഷ്ണൻ, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി PK ശാന്ത, രമണിഭായ്, അനിത, ബിന്ദു കക്കോടി തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഖദാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെയും സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് MSc ഹെൽത്ത് ആൻഡ് തെറാപ്പി 10ാം വർഷം പൂർത്തിയാക്കുന്നതിന്റെയും ഭാഗമായി യോഗ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീപ്രസാദ് യെസ് നായിക് ഉദ്ഘാടനം ചെയ്യും. മലബാറിലെ പ്രസിദ്ധമായ സാമൂതിരീസ് ഗുരുവായൂരപ്പൻ കോളേജിൽ 2007-2008 കാലഘട്ടത്തിലാണ് MSc ഹെൽത്ത് ആൻഡ് യോഗ തെറാപ്പി കോഴ്സ് ആരംഭിച്ചത്. മറ്റെല്ലാ ബിരുദാനന്തര കോഴ്സുകളെയും പോലെ അംഗീകൃത കോഴ്സാണ് യോഗ തെറാപ്പിയും. ആയുർവേദ ആശുപത്രികളിലും സ്കൂളുകളിലും വിദേശ രാജ്യങ്ങളിലും ജോലി സാധ്യത ഏറെയുള്ള കോഴ്സ് കൂടിയാണ് യോഗ തെറാപ്പി. കോളേജിൽ ഈ വർഷം കോഴ്സ് 10ാം വർഷം പൂർത്തിയാക്കുന്നതിന്റെയും അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെയും ഭാഗമായി ദേശീയ യോഗ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് കോളേജ് സാരഥികൾ പറഞ്ഞു. 4 ദിവസങ്ങളിലായി കോളേജിൽ നടക്കുന്ന സെമിനാർ ജൂലൈ 16-ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് യെശോ നായിക് ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 21-ന് യോഗ ദിനാചരണം നടക്കും. ഇതിന്റെ ഭാഗമായി യോഗ പ്രദർശനവും ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ T രാമചന്ദ്രൻ, DK ബാബു, KV ദേവകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മറക്കാത്ത ഓർമ്മകളും മരിക്കാത്ത കഥാപാത്രങ്ങളുമായി ഒരു തലമുറയെ വിസ്മയിപ്പിച്ച മഹാനടൻ സത്യന്റെ ഓർമ്മകൾക്ക് 45 വയസ്സ്. കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞ് 4.5 പതിറ്റാണ്ടിനപ്പുറവും ആ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കലാകേരളം. 1912 നവംബർ 9-നാണ് മാനുവൽ സത്യനേശൻ നാടാർ എന്ന സത്യൻ ജനിച്ചത്. 35-ാം വയസ്സിൽ തന്റെ പട്ടാള ജീവിതത്തിനു ശേഷം ആലപ്പുഴ പോലീസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു. പോലീസ് ഓഫീസറായിരിക്കെ അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് സിനിമയിലേക്ക് ആകൃഷ്ടനാകുന്നത്. 1951-ൽ ത്യാഗസീമ എന്ന ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടായിരുന്നു. എന്നാൽ വെളിച്ചം കാണാനുള്ള ഭാഗ്യം ഈ സിനിമയ്ക്കുണ്ടായില്ല. 1952-ലെ ആത്മസഖിയാണ് ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രം. പിന്നീട് ഇങ്ങോട്ട് 20 വർഷക്കാലം മലയാള സിനിമാ മേഖലയെ അദ്ദേഹം അടക്കി വാണു. ആത്മസഖി, നീലക്കുയിൽ തുടങ്ങിയ സിനിമകളിലൂടെ നായകനായി. തന്റെ അഭിനയ ജീവിതത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു പിന്നീട്.
ഓടയിൽ നിന്ന് യക്ഷി, വാഴ്വയമായും, ഉദ്യോഗസ്ഥ, സ്നേഹസീമ, നായരു പിടിച്ച പുലിവാൽ, വീട്ടുമൃഗം, മുടിയനായ പുത്രൻ, ഭാര്യ, ശകുന്തള, കരകാണാക്കടൽ, കായംകുളം കൊച്ചുണ്ണി, ചെമ്മീൻ, തച്ചോളിയോതേനൻ തുടങ്ങിയ 150ഓളം സിനിമകൾക്ക് അഭിനയ പ്രതിഭയുടെ അവിസ്മരണീയ അനുഭവം നൽകി സത്യൻ. 1969 കടൽപ്പാലത്തിലെ ഇരട്ടവേഷത്തിന് നല്ല നടനുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. 10 വർഷത്തോളം രക്താർബുദത്തോട് പൊരുതി മരിക്കാത്ത ഓർമ്മകളും മറക്കാത്ത അഭിനയ മുഹൂർത്തങ്ങളും ബാക്കിവെച്ച് 1971 ജൂൺ 15 സത്യൻ എന്ന മഹാനടൻ ഓർമ്മയായി. അഭിനയ സൂക്ഷ്മമായ ഭാവതലങ്ങളെ തിരശ്ശീലയിൽ ആവാഹിച്ച മഹാനടൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞിട്ട് 45 ആണ്ടിനിപ്പുറവും ആ ഓർമ്മകൾ മായാതെ നിൽക്കുകയാണ്. കൾച്ചറൽ ഡെസ്ക്, കോഴിക്കോട്. സ്കൂളുകളും ഓഫീസുകളും പൊതുസ്ഥലങ്ങളും ഹരിതാഭമാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ നാട്ടുപച്ച പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉള്ളേരിയിൽ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാലയ ഹരിതവൽക്കരണ പദ്ധതിയായ നാട്ടുപച്ചയ്ക്ക് തുടക്കമായി. സ്കൂളുകളും ഓഫീസുകളും പൊതുസ്ഥലങ്ങളും ഹരിതാഭമാക്കുന്നതിനായി ജൈവവേലി നിർമ്മിക്കുന്നതാണ് ഈ നാട്ടുപച്ച പദ്ധതി. സ്കൂളുകളിൽ NSS യൂണിറ്റുകളിലൂടെ പദ്ധതി വ്യാപകമാക്കാനുള്ള ഒരുക്കത്തിലാണ്. 114 യൂണിറ്റുകളിൽ നിന്നായി 12,000 വിദ്യാർത്ഥികൾ ഇതിൽ പങ്കാളികളാകും. നാട്ടുപച്ചയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു. പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ മുക്കം മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. PG ജോർജ്, ഉള്ളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ചെറുകാവിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീജ പുല്ലാരിക്കൽ, S ശ്രീജിത്ത്, ഡോക്ടർ PV അബ്ദുൽ കബീർ, NK വിശ്വനാഥൻ നായർ, വിജയശ്രീ, EM പ്രശാന്തൻ, M സതീഷ് കുമാർ, TA ശ്രീജിത്ത്, BN ജീന, നന്ദന, R സുരേഷ്, TP ദിനേശൻ, CK രാധാകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. ഫെഡറൽ ബാങ്കിൽ നിന്നും പിരിച്ചുവിട്ട ബിസിനസ് അഡ്വൈസർമാരെ തിരിച്ചെടുക്കണമെന്ന് സമരസഹായ സമിതി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. NGO യൂണിയൻ ഹാളിൽ ചേർന്ന കൺവെൻഷൻ INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്കിൽ നിന്ന് അകാരണമായി പിരിച്ചുവിട്ട ബിസിനസ് അഡ്വൈസർമാരായ PP ഷിജിമ, OP രാജേഷ് എന്നിവരെ ഉടൻ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസഹായ സമിതി ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പിരിച്ചുവിട്ടവരെ ഉടൻ തിരിച്ചെടുക്കണമെന്ന് കൺവെൻഷൻ ബാങ്ക് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് കൺവെൻഷൻ പ്രഖ്യാപിച്ചു. കോഴിക്കോട് NGO യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു അവകാശങ്ങൾ നേടിയെടുക്കാൻ, തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു തലമുറക്ക് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത തലമുറയിലേക്ക് എത്തിപ്പെടുകയും കഴിഞ്ഞ തലമുറ നേടിത്തന്ന അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ തന്നെ ബാധ്യസ്ഥരാണ്. അതും കൂടെ വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയുള്ളത്? പക്ഷേ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. BCCEF സംസ്ഥാന ട്രഷറർ CP നരേന്ദ്രൻ സമരപരിപാടികൾ വിശദീകരിച്ചു. CUTU ജില്ലാ ജനറൽ സെക്രട്ടറി T ദാസൻ, ബിജു ആന്റണി, M മുരളീധരൻ, M രാജു, MJ ശ്രീറാം, K വിജയൻ, C രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമസഭാ യോഗത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു. കടലുണ്ടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ UDF ധർണയും DYFI നേതൃത്വത്തിൽ മാർച്ചുമാണ് നടന്നത്. കടലുണ്ടി പഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പർ KC വത്സലയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ഗ്രാമസഭ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചത്. എന്നാൽ ഇതേസമയം തന്നെ DYFI പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറി UDFന്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാനുള്ള ആളാണെന്ന് ആരോപിച്ച് മാർച്ചും നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നല്ലളം CI TP ജേക്കബിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു. പഞ്ചായത്തിലെ 5ാം വാർഡിലെ ഗ്രാമസഭാ നടപടികളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവിഭാഗങ്ങളെയും മാർച്ചിലേക്കും ധർണയിലേക്കും നയിച്ചത്. ഇതേ വാർഡിൽ 9ാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിനാണ് ഭരണാനുമതിയുള്ളതെന്ന വാദത്തിൽ ഭരണപക്ഷം ഉറച്ചുനിന്നു. ഇതാണ് തർക്കത്തിൽ കലാശിച്ചത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ UDFും സെക്രട്ടറിയും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് O ഭക്തവത്സലൻ പറഞ്ഞു. ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് നാടിന്റെ വികസനത്തിനും വേണ്ടി പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയെ, പ്രത്യേകിച്ച് സംസ്ഥാന ഭരണം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ UDF വിരളി പൂണ്ട് ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നാട്ടിൽ നടത്തുന്നതിന് എതിരായി നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇടനിലക്കാരില്ലാതെ ആർക്കും സേവനം കിട്ടാവുന്ന രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനമെന്ന് സെക്രട്ടറി K സുമേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകളിൽ മറ്റൊരിടവേള. I need is you by my side, so shine forever, world's fine as gold. You will never
we far like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഖദാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധ ഖുർആൻ പ്രഭാഷകൻ റഹ്മത്തുള്ള ഖാസിമിയുടെ പ്രഭാഷണവുമായി യൂട്യൂബ് ചാനലിന്റെ സമർപ്പണം കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. പ്രത്യക്ഷത്തിൽ പുരോഗതി എന്ന് നമ്മൾ ധരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ മനുഷ്യ സംസ്കരണം, സ്വഭാവ സംസ്കരണം നടക്കാത്തതുകൊണ്ട് മനുഷ്യൻ കാട്ടാളനേക്കാൾ അധപ്പതിക്കുകയാണ്. അപ്പോൾ ഉന്നതമായ മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഒരു എളിയ ദൗത്യം മാത്രമാണ് ഇതിന്റെ പിന്നിൽ. 1.5 ദശാബ്ദത്തോളമായി കേരളീയ സമൂഹത്തിന് ഖുറാനിക അധ്യാപനം നടത്തിവരുന്ന പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ റഹ്മത്തുള്ള ഖാസിമിയുടെ പ്രഭാഷണങ്ങളുടെ വീഡിയോ ലൈബ്രറി യൂട്യൂബിൽ പ്രത്യേക ചാനലായി പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. 700ഓളം വൈവിധ്യപൂർണമായ വിഷയങ്ങളിൽ ഖാസിമി നടത്തിയ ഗഹനമായ പഠന പ്രഭാഷണങ്ങളുടെ ശേഖരം ഈ ചാനലിലൂടെ ഓൺലൈനിൽ ലഭ്യമാകുമെന്ന് സാരഥികൾ പറഞ്ഞു. ചാനലിന്റെ ഔപചാരിക സമർപ്പണം കോഴിക്കോട് പ്രസ് ക്ലബിൽ പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. www.youtube.com യൂസർ ഖുറാൻ സ്റ്റഡി സെന്റർ എന്ന വെബ്സൈറ്റിൽ ചാനൽ ലഭ്യമാകും. വാരാന്ത്യ ക്ലാസുകൾ, വാർഷിക പ്രഭാഷണങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ എന്നീ 3 വിഭാഗങ്ങളിലായാണ് ചാനലിലെ വീഡിയോകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വ്യാഴാഴ്ചകളിലും പുതിയ പ്രഭാഷണങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അവയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമെന്നും സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സാന്ത്വന സൗധം യാഥാർത്ഥ്യമാകുന്നു. അടിച്ചുകാട്ട് വേണുഗോപാൽ എന്ന മനുഷ്യസ്നേഹി നടുവട്ടം മാഹിയിൽ ക്ലിനിക്കിനാവശ്യമായ സ്ഥലം സൌജന്യമായി വിട്ടു നൽകി. അദ്ദേഹം തന്നെയാണ് കെട്ടിടവും നിർമ്മിച്ചു നൽകുന്നത്. VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നിർമ്മിക്കുന്ന പാലിയേറ്റീവ് ക്ലിനിക് കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു. പ്രസിഡന്റ് ഫേരോത്ത് പ്രകാശൻ അധ്യക്ഷം വഹിച്ചു. ഫർണിച്ചർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP ഹരീന്ദ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. കാരണം അതിനു വേണ്ടിയിട്ട് ഒരു നല്ല മനുഷ്യൻ ഇന്നിവിടെ അതിനുവേണ്ടിയുള്ള സ്ഥലം നൽകി കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ, കെട്ടിടവും ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അത് ചെറിയ കാര്യമല്ല. അപ്പൊ അത് സ്ഥലം ഇപ്പൊ പലരും നമ്മളിപ്പോൾ സംഭാവന കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുത്ത് ഒഴിഞ്ഞു പാടില്ല. അതിന് അവിടെ സ്ഥലം കൊടുത്ത് കെട്ടിടം ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അത്രയും നല്ലൊരു പ്രവർത്തനമാണ് ഇവിടെ ഇപ്പൊ ഇന്ന് കൈമാറി നടന്നിട്ടുള്ളത്. അപ്പൊ ഈ പ്രവർത്തനം നമുക്ക് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ആൾക്കൂടി നമ്മൾ വളരെ തന്നെ സമ്പന്നമാണ് എന്നൊക്കെ പറയുകയും ഈ രോഗാവസ്ഥയിലായിട്ടുള്ള ആളുകളുടെ സ്ഥിതി വളരെ കഷ്ടം. നടുവട്ടം മാഹിയിൽ വെള്ളായിക്കോട്ട് ക്ഷേത്രത്തിന് സമീപം അടിച്ചുകാട്ട് വേണുഗോപാൽ സൌജന്യമായി നൽകിയ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഭൂമി ദാനമായി നൽകിയ അദ്ദേഹം തന്നെയാണ് കെട്ടിടവും നിർമ്മിച്ചു നൽകുന്നത്. ഭൂമിയുടെ ആധാരം അടിച്ചുകാട്ട് വേണുഗോപാൽ കൈമാറി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ KV ബാബുരാജ്, കൌൺസിലർമാരായ PP ബീരാൻ കോയ, N സതീഷ് കുമാർ, കിപ് ചെയർമാൻ TM അബൂബക്കർ, K കോമു, KV ശിവദാസൻ, AM അനിൽകുമാർ, KS മിജിത്ത്, M മുഹമ്മദ് കോയ, KS ഭീഷ്മർ, K വിശ്വനാഥൻ, TP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ക്ലാസ് കട്ട് ചെയ്ത് സ്കൂളിൽ കറങ്ങി നടക്കുന്നവർ സൂക്ഷിക്കുക. ക്യാമറ കണ്ണുകൾ സദാസമയവും നിങ്ങളുടെ പിറകിലുണ്ടാകും. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTAയുടെ സഹകരണത്തോടെയാണ് 7 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. ക്യാമറകൾ മിഴി തുറന്നതോടെ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ഇനി മുതൽ നിരീക്ഷണ വലയത്തിലാണ്. സ്കൂൾ കവാടം മുതൽ മൈതാനം വരെയുള്ള വിവിധയിടങ്ങളിലെ ചലനങ്ങൾ സദാസമയം CCTV ക്യാമറകൾ ഒപ്പിയെടുക്കും. ക്ലാസ്സിൽ കയറാതെ മുങ്ങുന്നവരെയും വൈകി ക്ലാസുകൾ എത്തുന്നവരെയും അധ്യയന സമയങ്ങളിൽ സ്കൂൾ വളപ്പിൽ കറങ്ങി നടക്കുന്ന വിദ്യാർത്ഥികളെയുമെല്ലാം പ്രധാന അധ്യാപികയ്ക്ക് മുറിയിലിരുന്ന് കാണാനാകും. PTA നേതൃത്വത്തിൽ 7 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവയുടെ സ്വിച്ച് ഓൺ കർമ്മം VKC മുഹമ്മദ് കോയ MLA നിർവഹിച്ചു.
ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ മുരളി ബേപ്പൂർ അദ്ദേഹം പഠിച്ചിട്ട് എന്താവണം എന്നൊക്കെ നിങ്ങൾക്ക് പല ധാരണയുണ്ടാവും. അപ്പൊ ആ നല്ല ധാരണ ഉണ്ടാക്കണം. ഓരോരുത്തരുടെ പഠിക്കുന്ന ഓരോരുത്തരുടെ പഠിക്കാനുള്ള എല്ലാവരും ഈ രക്ഷിതാക്കൾക്ക് എന്താ വെച്ചാൽ അവർക്ക് ചില തീരുമാനങ്ങളുണ്ട്. മക്കൾ ഇന്നമാതിരി ആവണം. പക്ഷെ അങ്ങനെ ആവണത് ഈ മക്കൾക്ക് എന്തൊക്കെ പഠിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ ആവാം എന്നുള്ളത് അതിനെ സംബന്ധിച്ച് ഒരു പഠനം അത് നന്നായിട്ട് പിന്നെ അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാന അധ്യാപിക V ജീജ, PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. SBT ഉൾപ്പെടെയുള്ള 5 അസോസിയേറ്റുകളെ സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് SBT എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന ബൈക്ക് റാലിക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. റാലി ജില്ലയുടെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. SBT ഉൾപ്പെടെയുള്ള 5 അസോസിയേറ്റുകളെ സംരക്ഷിക്കുക, SBTയുമായുള്ള ലയനനീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SBT എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ബൈക്ക് റാലി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് കോഴിക്കോട്ട് സമാപിച്ചു. ഞങ്ങളുടെ ബാങ്കിന്റെ പ്രവർത്തനം അവസാനം എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സൈറ്റിൽ ഓപ്ഷൻ ഇട്ടു. നിങ്ങൾക്ക് വേണ്ടി കുഴപ്പമില്ല, നിങ്ങളുടെ ജീവനക്കാർ ഓപ്റ്റ് ചെയ്യും. സുഹൃത്തുക്കളെ, അഭിമാനത്തോടെ പറയട്ടെ, 99.9% ആളുകളും നിങ്ങളുടെ പണം വേണ്ട എന്ന് പറയുവാൻ തീരുമാനിച്ചു. ജില്ലയിലെ പര്യടനം അഴിയൂരിൽ CK നാണു MLA ഉദ്ഘാടനം ചെയ്തു. വടകര, പയ്യോളി, കൊയിലാണ്ടി, ഉള്ളിയേരി, ബാലുശ്ശേരി, താമരശ്ശേരി, കൊടുവള്ളി, കുന്നമംഗലം, വെള്ളിമാടുകുന്ന് തുടങ്ങിയ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് SBT ശാഖാ പരിസരത്താണ് സമാപിച്ചത്. സമാപന സമ്മേളനം INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. KG പങ്കജാക്ഷൻ, അഡ്വക്കേറ്റ് P ഗവാസ്, K അനിയൻ മാത്യു, MD ഗോപിനാഥ്, PK ലക്ഷ്മിദാസ്, P ജഗദീഷ് ബാബു, KV സൂരി, EP നാദിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെസിഡൻസ് അസോസിയേഷനുകൾ നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ലോക രക്തദാതാവ് ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെസിഡൻസ് അസോസിയേഷനുകൾ രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയിലൂടെ ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനാകുമെന്നും മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ലോക രക്തദാത ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ഇതേപോലെ പക്ഷേ പലപ്പോഴും നമ്മൾ ആ കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് തോമസ് മാത്യു അധ്യക്ഷം വഹിച്ചു. ക്വിസ് മത്സര വിജയികൾക്കും രക്തദാന രംഗത്ത് മികവ് പുലർത്തിയ വ്യക്തികൾക്കും സംഘടനകൾക്കും രക്തബാങ്കുകൾക്കുമുള്ള അവാർഡ് മേയർ വിതരണം ചെയ്തു. ADM T ജിനിൽകുമാർ ദിനാചരണ സന്ദേശം നൽകി. എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ S ജയശങ്കർ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ A ബാബുരാജ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി കൺസൾട്ടന്റ് N വേണുഗോപാൽ, മലബാർ ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസന്ന സേത്ത്, മാസ് മീഡിയ ഓഫീസർ MP മണി, സാദിഖ് കോട്ടക്കൽ, അശോകൻ ആലപ്പുറത്ത്, മോഹനൻ കെട്ടി, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ജീജ, G സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണ പരിപാടികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൂണേരി ഷിബിൻ വധക്കേസിൽ 17 പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് മാറാട് പ്രത്യേക കോടതി വിധി. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഷിബിന്റെ പിതാവ്. കമ്പനികൾ ആനുകൂല്യം നൽകുന്നില്ല എന്നാരോപിച്ച് ഒരു വിഭാഗം സിമന്റ് വ്യാപാരികൾ സമരത്തിൽ. സമരം വില വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് മറുവിഭാഗം. ജിഷാവധം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.